ഒരു ഫോൺ തട്ടിപ്പറിച്ചോണ്ട് ഓടിയാ പോലും കൂടെ ഓടി വരത്തില്ല. നീ ആയിരുന്നോ? ഞാൻ പേടിച്ചു പോയില്ലയോ? പേടിച്ചു പോയോ? പിന്നെ കൂടെ ഓടണ്ടേ ഫോണും കൊണ്ടുപോയ ആളുടെ? അവിടെ ഈ തടിയും വെച്ചോണ്ട് അങ്ങനെ ഓടും ഞാൻ. പ്രായമായിട്ട് വരുമോ നിങ്ങളിത്? ഭയങ്കര ബിസിയാവും കേട്ടോ. എടാ ഓടാനൊന്നും പയ്യ പഴയതുപോലെ ആഹാരം ഇട്ടാ നീ കഴിക്കാനും എന്റെ ശരീരം കണ്ടില്ല. നീ ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? നമ്മള് ജിമ്മിലൊക്കെ പോണം, ഓടാനോ ചാടാനോ ഒക്കെ പോണം. അതെവിടാ നീ ജിമ്മിൽ എവിടെ പോകും? ഞാൻ പറയുന്ന കേൾക്കൂ. മാറി എന്റെ കൂടെ കയറുന്ന വണ്ടി ഇത് പിടി. കൊള്ളാം. എപ്പ കേട്ടെന്ന് ചോദിച്ചാ പെട്ടെന്ന് എടാ നിന്നെ പോലെ എനിക്ക് ഓടി കയറാൻ പറ്റുമോ? മുംബൈ ജിമ്മിന് വരണമായിരുന്നു. എങ്ങനെയുണ്ട്? എടാ നീ എന്തോടെ ജിമ്മാന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിട്ട് ഇവിടെ ഒരു സാധനം ഇല്ലല്ലോ. അമ്മേന് ജിമ്മ് തുടങ്ങിയില്ല. തുടങ്ങിയിട്ടില്ലപ്പോ? പുതിയ വർഷം പുതിയ ജിമ്മ് ജനുവരിയിൽ ആരംഭിക്കും. ജനുവരിയിൽ എന്ന് തുടങ്ങും? അപ്പം ജനുവരി തന്നെ തുടങ്ങും. കാര്യം എന്താ വെച്ചാൽ കണ്ടില്ല ഈ സാഹചര്യം, പണികൾ നടക്കുവാണ്. മിഷൻസ് ഒക്കെ ഒരു 10 ദിവസം കഴിയുമ്പോ വരും. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉള്ള ജിം. എങ്ങനെയുണ്ട്? അപ്പോഴും പൊളിച്ചടുക്കും. എടേ ഓഫറുകളൊന്നും ഇല്ലേടേ? ഓഫറുകൾ ഇല്ലെന്നോ മാമ? തുടക്കത്തിന്റെ ഭാഗമായിട്ട് ഭയങ്കര ഓഫറുകൾ. അഡ്മിഷൻ ഫ്രീ ഉള്ളത് തന്നെ. 2000 രൂപയാണ് ഫീസ്. 1500 രൂപയ്ക്ക് എല്ലാവരെയും അഡ്മിഷൻ കൊടുക്കുക. അത് ഫ്രീ അഡ്മിഷൻ ഇപ്പൊ തുടങ്ങി. നമ്മളിപ്പോ അഡ്മിഷൻ എടുക്കാനാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ ക്ലബിന്റെ പേര്? ഫൈറ്റ് ക്ലബ്. അതെന്തോടെ അടി നടക്കൂടെ? അടി നടക്കണമല്ലോ, ജിമ്മല്ലേ. ആണോ? പിന്നെ ഇവിടെ ഭയങ്കര സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെ. എ സി ഇല്ലേ? അമ്മ ഫുൾ എ സി ആണ്. പിന്നെ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് നിങ്ങൾ ഇപ്പൊ എന്തിനാ ഇവിടെ കൊണ്ടുവന്നറിയോ? പ്രീ ബുക്കിംഗ് തുടങ്ങി. ഇപ്പൊ അഡ്മിഷൻ എടുത്താല് ഉദ്ഘാടനത്തിന് അന്ന് ഞെറുക്കെടുപ്പുണ്ട്. ആ ഞെറുക്കെടുപ്പ് കിട്ടുന്ന 3 പേർക്ക് 3 മാസത്തേക്ക് ജിം ചെയ്യാൻ ഫ്രീ. അതിലെങ്ങാനും കിട്ടിയാൽ നിങ്ങൾക്ക് 3 മാസം ഫീസ് കൊടുക്കണം. അഡ്മിഷൻ എടുക്കുമ്പോ പോവാ. അത്രേ ഉള്ളൂ. മാമയുടെ കൂട്ടുകാരത്തെ എല്ലാം പറയണം. അതൊക്കെ ഞാൻ പുതിയ ജിമ്മ് വന്നിട്ടുണ്ട്. പറയും. അത് വ്യക്തമായിട്ട് പറയണം. മോറിന്റെ മുകളിൽ, മോർ സൂപ്പർ മാർക്കറ്റിന്റെ മുകളിൽ പറയണം. റോട്ടിൽ. ഓക്കെ കേട്ടോ? ഓക്കെ അല്ലേ? ഹാപ്പി ആയില്ലേ? നമുക്ക് ഇനി വന്നാൽ മതി ഉദ്ഘാടനത്തിന്. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പോട്ടെ. ശരിയടാ. ശരി. പിന്നെ 500 രൂപ. അതിന്റെ പൈസ എന്തിനാടാ? പൈസ എന്തിനാണെന്നോ? പിന്നെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് അഡ്മിഷനും കാര്യങ്ങളും 12,000 രൂപയുടെ സേവനം ഞാൻ ചെയ്തു തന്നില്ല. പിന്നെ എനിക്ക് ഒരു 500 രൂപ വന്ന്. എടാ അത് 1000 ഉണ്ടാ? അത് നിങ്ങൾക്ക് ഇത്ര ഇത് ചെയ്തു തന്നില്ല. അത് പല പരിപാടിയാണ് കേട്ടോ. ഞാൻ ഇതൊക്കെ കൊണ്ടല്ലേ ജീവിക്കുന്നത്. വല്ലാത്ത അത് ഒന്നും വിട്ടളിക്കാൻ വയ്യല്ലേ? ഫ്രീ അഡ്മിഷൻ എന്നോട് വരുന്നില്ലയോ? എനിക്ക് വേറെ പരിപാടിയുണ്ട്.